നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാനുമായിട്ട് നാട് നീളെ ഓടി നടക്കുക. പക്ഷേ നമ്മുടെ കേരള പോലീസിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അല്ല, ഈ തൂഫാൻ്റെ പുറകെ നടന്നുകൊണ്ട് മാത്രമേ കേരളം നന്നാവുമെന്ന് തോന്നുന്നുണ്ടോ? കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. ഇതിനെ ശരിയാക്കി എടുക്കാനുള്ള യാതൊരു തരത്തിലുള്ള ശ്രമവും നടത്താതെ ഈ തൂഫാൻ വേണം. നമ്മുടെ നാട്ടിൻ്റെ മയക്കുമരുന്നിൽ നമുക്ക് മോചനം തന്നെ വേണം. പക്ഷേ ബാക്കി എല്ലാ കാര്യവും മറന്നുകൊണ്ട് ഈ രാവിലെ തൊട്ട് ആഭ്യന്തരമന്ത്രി ഇറങ്ങി ഈ തൂഫാനും കൊണ്ട് നടക്കുകയാണ്. ബാക്കി എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്? ക്രമസമാധാന പ്രശ്നങ്ങൾ. ഞാൻ ഈ പോലീസിനൊരു മാറ്റവും ഇല്ല എന്ന് പറയാൻ കാരണം, എന്തായിരുന്നു പിണറായി കാലത്തെ പോലീസ് അത് തന്നെയാണ് നിലവിൽ ചെന്നിത്തലയുടെ കീഴിലും പോലീസ്. ഇപ്പോൾ അധികാരം ഏറ്റെടുത്ത് 1.5 മാസത്തോളം ആകുന്നുണ്ട്. ആഭ്യന്തരം ചെന്നിത്തല ഏറ്റെടുത്തിട്ടും ആകുന്നുണ്ട്. ഇതുവരെ പോലീസിലെ റീഷഫ്ലിംഗ് ഒന്നും നടന്നിട്ടില്ല, നിയമനങ്ങൾ നടന്നിട്ടില്ല, നടക്കുന്നോട്ട് തോന്നുന്നതുമില്ല, ഉടനെ നടക്കാനുള്ള ലക്ഷണവുമില്ല. പക്ഷേ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത, പത്തനംതിട്ട ജില്ലയിലെ കൂടൽ പോലീസ് സ്റ്റേഷനിൽ ഹൃദ്രോഗിയായ ഒരു യുവാവിനെ അതിക്രൂരമായി പോലീസ് മർദ്ദിച്ചിരിക്കുന്നു. അതും ഒരു 13 വയസ്സുള്ള പെങ്കൊച്ചിൻ്റെ വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ. ഞാൻ അത് സത്യം പറഞ്ഞാൽ അത് വ്യാജ പരാതിയാണ് എന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഈ കുറേ കുട്ടികളെയൊക്കെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരെ പേര് വിവരം പുറത്തു വിട്ടില്ലെങ്കിൽ പോലും ആ കുട്ടികളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവരെ പലരും മാനസിക നിലപ്പ് തകരാറിലായി കാണുമായിരിക്കും കുട്ടികൾക്ക്. അവർ ആ ഞെട്ടി കാണില്ലേ ഒരു വ്യാജ പരാതി അടിസ്ഥാനത്തിൽ പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ വിചാരിക്കുന്നു പോലീസിൽ ആധുനികവൽക്കരണം നടപ്പാക്കി. ഈ ആധുനികവൽക്കരണം നടപ്പാക്കി കുറെ അശന്മാരുടെ പോക്കറ്റിൽ കുറച്ച് കാശ് പോയിട്ടുണ്ടെന്നുള്ള ഒരു ആധുനികവൽക്കരണം. കാരണം ഏറ്റവും കൂടുതൽ അഴിമതി നടന്ന ഒരു പരിപാടി ഇതായിരുന്നു. പോലീസ് സ്റ്റേഷനുകളുടെ നവീകരണം, അതുപോലെ പോലീസ് സ്റ്റേഷനിൽ CCTV വെക്കൽ. ഇതിന്റെ എല്ലാം പേരിൽ മുകളിലിരുന്ന അന്നത്തെ ഉന്നത ഉദ്യോഗസ്ഥർ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റി. പെയിന്റ് അടിച്ചിട്ടില്ല, എല്ലാ പോലീസ് സ്റ്റേഷനും ഒരേ നിറമാക്കി കോടിക്കണക്കിന് രൂപ പോക്കറ്റിലാക്കി. ഇവരൊക്കെ ഇപ്പോഴും പല തസ്തികകളിൽ വിലസുന്നുണ്ട് കേരള സർക്കാരിന്. അവർക്ക് വിരമിച്ചാൽ അവർക്ക് സർക്കാരിനെ സേവിച്ച് ദാഹം. അപ്പോൾ ഇവരിങ്ങനെ പോലീസ് സ്റ്റേഷൻ നവീകരണം ഉണ്ടാക്കി. എല്ലാ പോലീസ് സ്റ്റേഷനിലും CCTV ക്യാമറകൾ വെച്ചു. CCTV ക്യാമറ ലോക്കപ്പിനകത്ത് CCTV ക്യാമറ കയറി വരുന്നിടത്ത്, സിയുടെ മുറിയിൽ, അവിടെ എവിടെയൊക്കെ ഉദ്യോഗസ്ഥരുണ്ട് അവരുടെ എല്ലാ മുറിയിൽ CCTV ക്യാമറ. ഈ CCTV ക്യാമറകളുടെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനെല്ലാം സംസാരം പിടിക്കുന്ന ടൈപ്പ്. എന്താണോ സംഭാഷണം കൂട്ടി റെക്കോർഡ് ചെയ്യുന്ന CCTV ക്യാമറകളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പോലീസിന് കസ്റ്റഡിയിലെടുക്കുന്നവരെ മർദ്ദിക്കാനുള്ള അവസരം നഷ്ടമായി. എവിടെ? സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദിക്കുന്ന അവസരം നഷ്ടമായി. കാരണം സ്റ്റേഷനിലെ ഓരോ മൂവ്മെൻറ്റും, ഒരു പ്രതിയെ കൊണ്ട് വന്നാൽ ആ പ്രതി എങ്ങോട്ടൊക്കെ തിരിയുന്നോ അവിടെ എല്ലാം ക്യാമറയുണ്ട്. ഇനി വേറൊരു ക്യാമറ ഇല്ലാത്ത നിലയിൽ കൊണ്ടുപോയി ഇടിക്കാം എന്ന് കരുതിയാൽ അതും നടക്കുകയില്ല. കൊണ്ടുപോകുന്നേ കാണും. അപ്പോൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഇടിക്കുന്നുണ്ട് നന്നായിട്ട്. പ്രതികളെന്ന് സംശയിക്കുന്നവരെ നന്നായിട്ട് ഇടിക്കുന്നു. അത്തരം ഒരു ഇടിയാണ് ഇന്നലെ കൂടലിൽ നടന്നത്. ആ കുട്ടി പറഞ്ഞിട്ട് പോലും ഞാൻ ഹൃദ്രോഗിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും ബൈപ്പാസ് ചെയ്ത് 20 വയസ്സുള്ള പയ്യനാണ്. ബൈപ്പാസ് ചെയ്ത പാട് വരെയുണ്ട്. എന്താണ് സംഭവം? 13 വയസ്സുള്ള കൊച്ചു പറയുന്നു തന്നെ പീഡിപ്പിച്ചു എന്ന് കൊച്ചു പറയുമ്പോഴത്തേക്ക് അതിന്റെ വെരിഫിക്കേഷൻ ഒന്നും നടത്തുന്നില്ല. കൊച്ചിനെ വൈദ്യപരിശോധന പോലും നടത്തി പീഡനത്തിന് വിധേയം ആദ്യം അന്വേഷിക്കണം, പിന്നീട് പിടിച്ചോണ്ട് ഈ പിള്ളേരെ ചോദ്യം ചെയ്യാൻ. എന്നിട്ട് ഈ കുട്ടികളെ വിളിച്ചോണ്ട് പോകുന്നു, ചൂരൽ വെച്ച് അടിക്കുന്നു. അത് കൂടാതെ ക്രൂരമായിട്ട് ആ ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോഴും എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇടിമുറിയുണ്ട്. അതെവിടെയാണെന്ന് ചോദിച്ചാൽ ക്വാർട്ടേഴ്സുകൾ കേന്ദ്രീകരിച്ചിട്ടാണ്. കാരണം ബാക്കിയുള്ളവർക്ക് CCTVയുടെ നോട്ടമെത്തും. ഇവരെ പരിപാടി കസ്റ്റഡി എടുക്കുന്ന പ്രതിയെ ആദ്യം ജീപ്പിലിട്ടിടിക്കും, ശരിക്കിടിക്കും. ഇടിച്ചതിന് ശേഷം ഇവന്മാർ ഇടിമുറി കൊണ്ടുപോയി ഇടിക്കും. ഇങ്ങനെ ഇടിച്ച ഒരു പ്രമാദമായ ഒരു കേസ് ഞാൻ പുറത്തു വിട്ടു. ഞാനത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ഈ സംഭവം. അത് പക്ഷേ അത് കഴിഞ്ഞ് 3 മാസത്തിന് ശേഷമാണ് ഇത് പുറത്തു വിടുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അത് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവുമായിട്ട് ഒരുത്തനെ പിടിക്കുന്നു. കഞ്ചാവ് അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നും ഇല്ലായിരുന്നു എന്നും പറയുന്നത്. സുരേഷ് എന്ന് പറഞ്ഞ പേരുള്ളവരാണ്. അയാളെ പിടിക്കുന്നു, അയാളുടെ സുഹൃത്തുക്കളെയും കൂടെ പിടിക്കുന്നു. അതിനുശേഷം ഇയാളെ കൊണ്ടുപോയി ഇവന്മാർ ശരിക്കിടിക്കുന്നു. ഇടിക്കാൻ ഇവർ വടിയെടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളും, അതിനുശേഷം ഞാൻ ഈ പറഞ്ഞല്ലോ, ഈ വീഡിയോകളിൽ എല്ലാം സൗണ്ട് കൂടി ഇപ്പോൾ പിടിക്കും. ഇവർ വലിയ ലാത്തി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകും. അതായത് ക്യാമറയുടെ ദൃശ്യങ്ങൾ, ക്യാമറയുടെ കണ്ണെത്താത്തടത്തോട്ട് ഇവർ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ വഴിയും കൊണ്ട് പോയി ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പം വലിയ നിലവിളി ശബ്ദം ഇതിൽ കേൾക്കാം. ഈ CCTV ക്യാമറയിൽ കേൾക്കാം. അടിക്കുന്നതാണ്, നല്ലപോലെ അടിച്ച് ചവിട്ടി കൂട്ടുന്നതാണ്. ഈ CCTV ക്യാമറയിൽ ഈ നിലവിളി ശബ്ദം കേൾക്കാം. ഇയാൾ ഈ വടിയും കൊണ്ട് പോകുന്നതും കാണാം. അപ്പോൾ ഈ അടിയെല്ലാം കിട്ടി മാരകമായ മർദ്ദനം ഈ കഞ്ചാവ് കേസ് പ്രതിക്ക് ഏൽക്കും.
അയാൾ ജോലി ചെയ്യുന്ന വീട്ടിലും അയാളുടെ സുഹൃത്തുക്കളോടൊക്കെ പറയുന്നു പോലീസ് എന്നെ അതിഭീകരമായിട്ട് മർദ്ദിച്ചു. ഇപ്പോൾ സ്ഥിരം കഞ്ചാവ് കേസ് പ്രതിയാണെന്നാണ് പോലീസിൻ്റെ ഭാഷ. എന്തായാലും ശരി, ഒരാഴ്ചക്കുള്ളിൽ ഈ മനുഷ്യനെ കോന്നി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു. കോയിപ്പുറം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ആണ് ഈ മർദ്ദനം നടന്നത്. അപ്പോൾ ഇത് അന്വേഷിച്ച് കോന്നി SHO പോസ്റ്റ്മോർട്ടം വന്നപ്പോൾ അയാളുടെ വാരിയലില്ല ഒടിഞ്ഞിരിക്കുന്നു. അയാൾക്ക് ദേഹമാസകല ക്ഷതമേറ്റ പാട്, തൂങ്ങി മരിച്ച ആളുടെ വാരിയല്ല ഒടിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇയാളെക്കുറിച്ച് സ്വാഭാവികമായിട്ടും അയാളുടെ സ്റ്റേഷൻ പരിധിയിലാകുമ്പോൾ കോന്നി SHO ഇത് അന്വേഷിക്കും. കോന്നി SHO ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്താണ്, ഇയാളെ ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ കസ്റ്റഡി എടുത്തിരുന്നു, ഇവിടെ വെച്ച് ഇവന്മാരും ക്രൂരമായി മർദ്ദിച്ചിരുന്നു. അത് ഈ വിവരങ്ങൾ പറഞ്ഞ് ഈ സാക്ഷിമൊഴി എല്ലാം വെച്ച് അദ്ദേഹം വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. കോന്നി SHO ആയിരുന്ന ശ്രീജിത്ത് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷം പുള്ളിക്ക് ഇവിടുത്തെ സ്റ്റേഷനിൽ കയറി പരിശോധിക്കാൻ പറ്റില്ല. എവിടെ? കോയിപ്പുറം സ്റ്റേഷൻ പറ്റില്ല. കാരണം പുള്ളി SHO ആണ്, കോയിപ്പുറം വേറെ SHO ഇല്ല, അയാൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇയാളുടെ മേലുദ്യോഗസ്ഥനെ പറ്റും. ഇയാൾ എന്ത് ചെയ്യുന്നു, ഇയാൾ ഇത് മാരകമായ കസ്റ്റഡി മർദ്ദനം വെച്ചു എന്ന് പറഞ്ഞിട്ട് ഈ SP-ക്ക് ഈ റിപ്പോർട്ട് കൈമാറും. SP ഈ സംഭവം എന്ത് ചെയ്യുന്നു, പൂഴ്ത്തി വെക്കും. എന്താ കാര്യം? SP-യുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാളെ പിടിച്ചോണ്ട് അവനെ കൈകാര്യം ചെയ്തത്. ഇടിച്ചോണ്ടുപോയി മലപ്പുറം ജില്ലയിലും പണ്ടിങ്ങനെ പരാതി ഉണ്ടാകും, ഡാൻസ് കൊണ്ട് പിടിച്ചോണ്ട് ഭീകരനാളെ. അപ്പോൾ ഇവനെ ഇടിച്ചത് SP-യുടെ നിർദ്ദേശപ്രകാരം. അങ്ങനെ ഈ SP ഈ സംഭവം പൂഴ്ത്തി വെക്കും. 3 മാസമായിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വരും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ വിവരം അറിയും. എന്നോട് അതീവ രഹസ്യമായിട്ട് നമ്മുടെ ഒരു സോഴ്സ് ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് മൊത്തം പറയുന്നത് ഇതിൻ്റെ ഈ അടകയിലിരിക്കുക. നമ്മളത് പിറ്റേന്ന് വലിയ വാർത്തയാക്കി. കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്ത് വിട്ടയച്ച പ്രതി തൂങ്ങി മരിച്ചതിൽ വാരിയലുകൾ മർദ്ദനമേറ്റതായി സംശയം, പോലീസ് മർദ്ദിച്ചതായ സംശയം. ഈ വാർത്ത പുറത്ത് വന്നതോടെ ഈ SP VG വിനോദ് കുമാർ എന്ന് പറയുന്നത് ഇതിലെ കഥാപാത്രം അയാൾ എന്ത് ചെയ്യുന്നു, അയാൾ വേറൊരു കേസിൽപ്പെടുത്തി കോന്നി SHO-യെ DYSP സസ്പെൻഡ് ചെയ്തു. നിങ്ങളാണ് വാർത്ത ഉയർത്തിയതെന്ന് പറഞ്ഞു. അതിനകത്ത് ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞാൽ ഈ ശ്രീജിത്തോ രാജപ്പൻ എന്ന് പറയുന്ന DYSP ഇവർ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളാണ്. പക്ഷേ ഇവരല്ല എനിക്ക് വാർത്ത തരുന്നത്. ഈ വാർത്ത വന്നു കഴിയുമ്പോഴാണ് ഇവർ പോലും അറിയുന്നത്. അപ്പോൾ ഇവരെന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി എന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. കാരണം ഇവരെ അല്ല നമുക്ക് വാർത്ത തരുന്നത്. നമുക്കല്ലാതെ തന്നെ SP ഓഫീസിൽ പൂഴ്ത്തി വെച്ചിരിക്കുന്ന സാധനമാണ്. അവിടെ നിന്നാണ് നമ്മൾ അന്വേഷിച്ച് പുറകിലേക്ക് പോകുമ്പോഴാണ് ഈ വാർത്ത. പിന്നെ നമ്മൾ തുടരെ ഇതിന് വാർത്തകൾ ചെയ്തതിന് തുടർന്ന് അവസാനം കോയിപ്പുറം CI ആയിരുന്ന സുരേഷ് കുമാർ അയാളെ സസ്പെൻഡ് ചെയ്തു, അയാളുടെ പേരിലായാലും. പക്ഷേ ഈ SP എന്ത് ചെയ്യുന്നറിയാമോ, ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കനത്ത പ്രതികാര നടപടിയുമായിട്ട് ഈ കഴിഞ്ഞ ദിവസം അവർ സസ്പെൻഷൻ കഴിഞ്ഞ് കയറിയത്. കാരണം ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് അവരെ സസ്പെൻഡ് ചെയ്തു. അവരെ പ്രശ്നം എന്താ, SP-യുടെ വിരോധം, ഇയാൾ പൂഴ്ത്തി വെച്ച റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു. അത് മാത്രമല്ല, ഈ SP അവിടെ സ്ഥലം മാറ്റി. പിന്നെയാണ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇയാൾ അട്ടിമറിയുടെ ഒരു പരമ്പര തന്നെ അയാളെ അവിടെ മാറ്റി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ എല്ലാ സ്ഥലത്തും ഇടിമുറികളുണ്ട്. ഇതൊരു 13 വയസ്സുള്ള ഒരു പെങ്കൊച്ചു പറഞ്ഞു എന്ന് കേട്ട് ഒരു വൈദ്യപരിശോധന പോലും നടത്താതെ ഈ പോലീസ് സംഘം പോയി ഈ 11 പേരുടെ പേരാ കൊച്ചു പറഞ്ഞിട്ട് ഈ 11 പേരുടെ പേര് പറഞ്ഞത് അതിൻ്റെ കൂടെ പഠിക്കുന്ന പെങ്കൊച്ചിൻ്റെ പേരും പറഞ്ഞു. ഇത്രയും പ്രതികളാക്കി ഇത് വലിയ ചാനലുകളൊക്കെ വലിയ ആഘോഷമാക്കി. കാരണം ഇത് അവർ പോലും അന്വേഷിക്കുന്നില്ല. 13 വയസ്സുള്ള കൊച്ചിനെ 12 പേര് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്താണ്, ഏത് വിധത്തിലാണ് പോലീസ് അപ്പോൾ ഇതിനകത്ത് റെസ്പോണ്ട് ചെയ്തത്? പോലീസിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? പോലീസ് ആ വാർത്ത വരുന്നതിന് മുമ്പ് തന്നെ ഈ പെൺകുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷമായിരുന്നു ഈ വാർത്ത പുറത്തു പോയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഇത് വൈദ്യപരിശോധന വിധേയമാക്കിയപ്പോൾ അങ്ങനെ സംഭവമില്ല. കൊച്ചിനെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കൊണ്ടിരുന്നപ്പോൾ കൊച്ചു മാറ്റി പറഞ്ഞു, എൻ്റെ 13 വയസ്സെന്ന് പറഞ്ഞാൽ എന്നാ പക്വതയുണ്ട്, 9ാം ക്ലാസ്സിലെ 8ാം ക്ലാസ്സിലെ പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിക്ക് എന്ത് പക്വതയാണ്. പക്ഷെ അത് കേട്ടുകൊണ്ട് ഒരു ഹൃദ്രോഗിയായ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് പോയി ലോക്കപ്പിലിട്ടടിച്ച് ഈ ആൾ അവിടെങ്ങാനും വന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഈ സർക്കാർ രമേശ് ചെന്നിത്തലയുടെ തൂഫാനും അയാൾ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ലോക്കപ്പ് മരണവും കസ്റ്റഡി മരണവുമായി മാറത്തില്ലായിരുന്നു. നമ്മൾ അടിയന്തരാവസ്ഥ കാലത്താണ് ഇത്തരത്തിലുള്ള മൃഗീയമായ മർദ്ദന മുറകളെ കുറിച്ച് കേട്ടത്. അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ കൊണ്ട് കാല് പിടിച്ച് വയ്ക്കുന്നു, കാൽ വെള്ളയിൽ അടിക്കുന്നു, ചൂരിലുണ്ട്. ഇതൊക്കെ അടിയന്തരാവസ്ഥ കാലത്ത് കേട്ടുള്ള ശിക്ഷണ രീതികളാണ്. അല്ല, അവിടെ SHO അടക്കം ഇതിനകത്തുള്ള ഒറ്റ ഒരുത്തനെ അവിടെ വെറുതെ വെച്ചേക്കാൻ പാടില്ല. ഇനി മർദ്ദനമേറ്റു എന്നുള്ളത് ഈ യുവാവ് കള്ളം പറയുന്നതാണെങ്കിൽ മെഡിക്കൽ പരിശോധന നടത്തട്ടെ. എന്താണെങ്കിലും ഓപ്പറേഷൻ തൂഫാനും ഒക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക്
ഇങ്ങനെ കുറെ പാവങ്ങളുടെ കണ്ണുനീര് വീഴും. എന്ന് രാവിലെ ഇറങ്ങി 4 തൂഫാൻ അംബാസഡർമാർ, എന്താ അവരുടെ പേര്, തൂഫാൻ വാറിയേഴ്സിനെയൊക്കെ പിടിച്ചിട്ട് അതെ, ഗുണ്ടകളെ പിടിച്ച് തൂഫാൻ വാറിയേഴ്സ് ആക്കുന്ന സംസ്കാരമാണ് കോൺഗ്രസിന് കൊച്ചിയിൽ കയ്യിലുള്ളത്. നമ്മൾ കണ്ടതുമാണ്. ഗുണ്ടകൾ വരിവരിയാവുന്നു. മാത്രമല്ല എല്ലാ ദിവസവും പുട്ടിന് തേങ്ങാപ്പീര എന്നതുപോലെ DGPയുടെ ഓരോ സർക്കുലർ എടുക്കും. സ്റ്റേഷനിൽ വരുന്നവരെ മാന്യന്മാരെ, ഇപ്പൊ കള്ളന്മാർ വന്നാലും സാർ എന്ന് വിളിക്കണം. 4 കേസിലെ പ്രതി കള്ളൻ അടുക്കള അച്ചു വരുന്നു, അടുക്കള അച്ചു സാർ എന്തുണ്ട് വിശേഷം എന്ന് ചോദിക്കണം. ഇതിനകത്തൊന്നും അല്ല പോലീസിന്റെ നവീകരണം നടത്തുന്നത്. സ്റ്റേഷനിൽ വരുന്നവരെ സാറെന്ന് വിളിക്കുക, ഗുഡ് മോർണിംഗും ഗുഡ് ആഫ്റ്റർനൂണും എല്ലാവിധ സാങ്കേതിക സംവിധാനങ്ങളും ഉള്ള ഒരു കാലഘട്ടത്തിൽ ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ട് ഇമാതിരി ഇടിക്കുകയും തോഴിക്കുകയും ഇപ്പോഴും ഈ പണ്ടത്തെ ഇടിയം പോലീസിന്റെ അത് ന്യായമായ കാര്യത്തിനാണെങ്കിൽ വേണ്ടില്ല, ഒരു സൂചനയില്ലാതെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ പിടിച്ചുകൊണ്ട് ഇത്രയും വർഷം ഇനി ചെറുപ്പക്കാരൻ ജീവിക്കാനുള്ളതാണ്. ഒന്ന് രോഗിയായ ഒരു ആൾ, അയാൾ ഇത്രയും ഭീകരമായി മർദ്ദിക്കാന്ന് പറയുമ്പോൾ ഇതിനൊക്കെതിരെ വേണം തൂഫാൻ ഇറക്കാനുള്ള. അതെ, ചെന്നിത്തലയുടെ തൂഫാൻ നല്ലത് തന്നെ കൈയടിക്കുന്നു. പക്ഷേ നടേശന്റെ മരണം പോലെയുള്ള കാര്യങ്ങളും ഇന്നലെ മഹേശന്റെ മരണം പോലെയുള്ള കാര്യങ്ങളും അതിന്മേലുള്ള അന്വേഷണം, ഇന്നലെ ഈ നടന്ന ഈ സംഭവങ്ങളും ഇതൊക്കെ അന്വേഷിക്കപ്പെടണേ. ചുമ്മാ തൂഫാൻ മാത്രം കൊണ്ട് കയ്യടി കിട്ടിയിട്ട് കാര്യമില്ല. 4 പോയി വാരിയേഴ്സിനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഇമാതിരി പരിപാടികൾ കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ വെച്ച് പൊറുപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്.